ഹായ് ഹലോ, എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദിവസത്തിലെ ചില ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഡൗൺ ആയിട്ട് തോന്നാറില്ലേ? നിങ്ങൾ ഒത്തിരി മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുന്നുണ്ടായിരിക്കാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ചില ദിവസങ്ങളിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് തോന്നാതെ ആകെപ്പാടെ മടി പിടിച്ചിരിക്കുന്ന അവസ്ഥ ഒരു പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരിക്കൂലേ? അങ്ങനെയുള്ള ഒരു ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ മനസ്സിലാക്കുക. ഇൻ കേസ് ഇഫ് യു ഫീൽ വെരി ടയേർഡ് ആൻഡ് ലൈക്ക് എനർജി ഒട്ടുമില്ലാതെ ഒത്തിരി ലോ എനർജി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ തന്നെ മനസ്സിലാക്കാനായിട്ടും നിങ്ങളെ തന്നെ സ്നേഹിക്കാനായിട്ടും കുറച്ച് സമയം ഒരു റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ടും ശ്രമിക്കുക. നിങ്ങൾക്ക് രാവിലെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനായിട്ട് തോന്നണില്ലേ? ദാറ്റ്സ് ഓൾ റൈറ്റ്. ഇത് എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ്. ചില സമയങ്ങളിൽ നമുക്ക് ഒത്തിരി മോട്ടിവേഷൻ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം ചില സമയത്ത് ഒന്നും ചെയ്യാനായിട്ട് തോന്നണില്ലെങ്കിലും കുറച്ച് സമയം നമുക്ക് നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമുള്ള, അപ്പം ആ ഒരു ശരീരത്തിൽ നമ്മൾ സ്നേഹിക്കുക. റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് റെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒട്ടും എനർജി വരുന്നില്ലാത്ത സമയത്ത് ചെറിയ കാര്യങ്ങൾ, ഇഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. വലിയൊരു ടാസ്കിലേക്ക് ഒട്ടും എനർജി ഇല്ലാതെ ഒട്ടും മോട്ടിവേഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാതെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് ആ ഒരു എനർജി ലെവലിൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി ആൻഡ് ഗീവ് ലിറ്റിൽ ബിറ്റ് റെസ്റ്റ്. എന്നിട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കുക. ചില സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ രാവിലെ എഴുന്നേക്കണം, 5:30 എഴുന്നേക്കണം എന്ന് വിചാരിച്ച ഒരു ദിവസമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എഴുന്നേക്കാനായിട്ട് സാധിച്ചില്ല. ഫീൽ സോ ടയേർഡ്. ഓക്കെ, ഒരു 5 മിനിറ്റിലൂടെ കൂടുതലായിട്ട് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാനായിട്ട് നിങ്ങളോട് തന്നെ പറയാം, ഓക്കെ, എനിക്ക് നിന്നെ അറിയാം, നിന്റെ ബോഡീനെ എനിക്ക് അറിയാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഡോണ്ട് വറി. ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. കണ്ടിന്യൂസ് ആയിട്ട് മടിയായിട്ടിരിക്കുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് ഈവൻ ഫീമെയിൽസിന്റെ കാര്യം എടുത്തു നോക്കണേ, നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പം ചില ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് കാരണം നമുക്ക് ശരിക്കും ടയേർഡ്നെസ് അനുഭവിക്കാം. പ്രത്യേകിച്ച് മെൻസ്ട്രേഷനൊക്കെ ഉള്ള സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മൂഡില്ലാതിരിക്കാം, ലോ മൂഡിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി ആൻഡ് ഗീവ് റെസ്റ്റ്. അതുപോലെ ബോഡീനെ കുറ്റപ്പെടുത്താതിരിക്കുക. അതുപോലെ നിങ്ങൾ രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരിക്കലും ഡു നോട്ട് ലെറ്റ് ജഡ്ജ്. ലൈക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് വെച്ച് ഒരിക്കലും ജഡ്ജ് ചെയ്യാതിരിക്കുക. കാരണം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിങ്ങൾ കൂടുതൽ മോട്ടിവേഷനെ കുറിച്ചും പോസിറ്റീവ് തിങ്സുകളെ കുറിച്ചൊക്കെ ആയിരിക്കും എപ്പോഴും കാണുന്നത്. പക്ഷെ എല്ലാവരുടെ ലൈഫുകളിലും ഇങ്ങനെ ഒരു ലോ ടൈമും അതുപോലെ ഒരു സ്ലോ ഡൗൺ ടൈമുകളും ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്റെ തന്നെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. സോണിയ റെനൽ പോസിറ്റീവ് ലൈഫ് സ്റ്റോറി എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പം ബാക്ക് ടു യൂട്യൂബിലേക്കും അതുപോലെ ഫേസ്ബുക്കിലേക്കൊക്കെ ആക്റ്റീവായി വന്നത്. കാരണം ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ഇതിലേക്ക് ബാക്ക് ടു ഒരു മോട്ടിവേഷണൽ തിങ്സിലേക്ക് പോസിറ്റീവ് തിങ്സുകൾ ഷെയർ ചെയ്യണം. എല്ലാവരും അറൌണ്ട് മൈ വേൾഡ്, അതായത് ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും ഒത്തിരി ഉയർച്ചയിലേക്ക് വരണം, എല്ലാവരും ഒത്തിരി സന്തോഷത്തിലേക്ക് ജീവിക്കണം, ആ ഒരു മോട്ടിവേഷണൽ തോട്ട്സിലേക്കൊക്കെ വരണം എന്നുള്ള ഒരു തോന്നല് പിന്നീട് ആ ഒരു 3 വർഷത്തിന് ശേഷം വന്നത്. അതിന്റെ ഇടയ്ക്ക് അപ്സ് ആൻഡ് ഡൗൺസുകളും ഒത്തിരി കാര്യങ്ങളും എന്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൂടുതലായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ എല്ലാം എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് നമ്മൾ പറയുന്നത്. അല്ലെ, കൂടുതലായിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബുകളിലും അവരുടെ വ്ളോഗുകളിലും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പക്ഷെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസുകളും ലോ മൂഡുകളും ഇങ്ങനെ ഒരു തളർന്നു കിടക്കുന്ന സംഭവങ്ങളും എല്ലാം എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് 2 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി. ഇഫ് ലൈക്ക് യുവർ ബോഡി നീഡ് സം ലിറ്റിൽ ബിറ്റ് റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഗിവ് ഇറ്റ്. സെൽഫ് ലവ്, സ്നേഹിക്കുക. ചെറിയ 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 കാര്യങ്ങൾ തുടങ്ങി റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത്. അതുപോലെ തന്നെ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് വെച്ചിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക, നിങ്ങളുടെ ഫാമിലി ലൈഫിനെ കുറ്റപ്പെടുത്താതിരിക്കുക. ഓക്കെ, അവരുടെ ഫാമിലി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കുന്നത്, അവരുടെ ആ ഫേസ്ബുക്കിൽ എന്ത് ഹാപ്പി ആയിട്ട് അവരവിടെ ടൂർ പോകുന്നു, ഇവിടെ ടൂർ പോകുന്നു, അത് മാത്രമായിരിക്കില്ല അവരുടെ ജീവിതത്തിലുള്ളത്. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ പോസിറ്റീവ് തിങ്സ് മാത്രമാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന പോലെ അപ്സ് ആൻഡ് ഡൗൺസുകൾ എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ടായിരിക്കും. അണ്ടർസ്റ്റാൻഡ് ആൻഡ്
ഗോ ഫോർ ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. ഗോഡ് ബ്ലസ് യു. വീണ്ടും ചെറിയ വേറെ ഒരു പോസിറ്റീവ് തോട്ട്സും ഷെയറിംഗും ഒക്കെ ആയിട്ട് കാണുന്നതിന് വരെ ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ.